ആ ഇടയിൽ കുട്ടനാട് മേഖലയിൽ പകർന്നു പിടിച്ച ഒരു പകർച്ചവ്യാധി അപ്പൻ്റെയും അമ്മയുടെയും തൻ്റെ ജ്യേഷ്ഠൻ്റെയും ജീവിതം കവർന്നെടുത്തു എന്ന സത്യം കുര്യാക്കോസ് അറിയുകയാണ്. അപ്പോൾ തന്നെ ഈ കുര്യാക്കോസിന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഇനി സെമിനാരി പഠനം ഉപേക്ഷിക്കണം. സംസ്കൃതം പഠിക്കുന്ന കേട്ടാൽ പോലും ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് ശഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഇത്തരത്തിൽ ഒരു സ്കൂൾ തുടങ്ങുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ വിശുദ്ധനായി കരുതിയിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുടി മുറിച്ചുകൊണ്ടിരുന്ന ഒരു ബാർബറിൽ നിന്നും മുട്ടത്ത് പാടത്ത് വർക്കിച്ചമ്മാച്ചൻ എന്ന് പറയുന്ന ഒരു വൈദിക വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ മുടി മേടിച്ച് സൂക്ഷിച്ചു. പള്ളിയുടെ പൊന്നും കുരിശോ വിലപിടിക്കുന്ന മറ്റെന്തെങ്കിലുമൊക്കെ വിറ്റിട്ടാണെങ്കിലും ഒരു പള്ളിക്കൂടം ആരംഭിക്കണം എന്ന് വരാപ്പുഴ അതിരൂപതയിലെ തൻ്റെ അധീനതയിൽ വരുന്ന പള്ളികളോട് അദ്ദേഹം കൽപ്പിച്ചു. ഇത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ ദൈവം സ്വർഗത്തിൽ നിന്ന് യുഗങ്ങളിലും സഹസ്രാബ്ദങ്ങളിലൊക്കെ ഒരിക്കലേ അയക്കാറുള്ളൂ. കേരള ജനത്തെ മുഴുവൻ തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ പ്രവൃത്തികൾ കൊണ്ട്, തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നവീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ തൊട്ടതൊക്കെ പൊന്നാക്കി മാറ്റി. അത് മറ്റാരുമല്ല, 1805 ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിൽ ജനിച്ച് കേരള സമൂഹത്തെ മുഴുവൻ ഒരു പുത്തൻ ഉയിർപ്പിലേക്ക് നയിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ഈ കുട്ടി കുര്യാക്കോസിൻ്റെ മാതാപിതാക്കൾ തിരുക്കുടുംബത്തിൻ്റെ വലിയ ഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടി കുര്യാക്കോസ് പിന്നീട് വളർന്നപ്പോൾ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായും യൗസേപ്പ് പിതാവിനെ സ്വന്തം അപ്പനായൊക്കെ കരുതുന്നതിൻ്റെ പിന്നിൽ ഈ മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ ഈ മാതാപിതാക്കൾ തികഞ്ഞ പരിശുദ്ധ കുർബാനയുടെ ഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ തിരുക്കുടുംബത്തോടുള്ള ഭക്തിയും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും ഒരു പാരമ്പര്യമായി കുട്ടി കുര്യാക്കോസിലേക്ക് വന്നു ചേർന്നു. അങ്ങനെ 5-ാമത്തെ വയസ്സിൽ ഈ കുര്യാക്കോസിനെ കൈനഗിരിയിലുള്ള ഒരു കൊച്ചു കളരിയിൽ അക്ഷരാഭ്യാസത്തിനായിട്ട് ചേർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ പള്ളിപ്പുറം സെമിനാരിയുടെ റക്ടറച്ചനായ പാലക്കൽ തോമാച്ചൻ തൻ്റെ കൈനഗിരി ഇടവകയിലെ എളാമയെ കാണാനായിട്ട് കുര്യാക്കോസിൻ്റെ ഇടവകയിലേക്ക് വരികയാണ്. എളാമയുടെ വീട് കാണിച്ചു കൊടുക്കാൻ സെമിനാരിയുടെ റക്ടറായ പാലക്കൽ തോമാച്ചൻ തൻ്റെ കൂടെ ഈ കുര്യാക്കോസിനെയും ഒപ്പം ചേർക്കുകയാണ്. കുര്യാക്കോസിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന തോമാച്ചന് ഒരു കാര്യം പിടുത്തം കിട്ടി. കുര്യാക്കോസ് ശരിക്കും ദൈവവിളി ഉള്ള വ്യക്തിയാണ്. പക്ഷെ കുര്യാക്കോസിന് അത്ര തന്നെ വലിയ വലുപ്പമില്ല. വളരെ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ സെമിനാരിയിൽ വിടുമോ എന്നൊരു സംശയം തീർച്ചയായും ഈ തോമാച്ചനുണ്ടായിരുന്നു. തൻ്റെ എളാമയെ സന്ദർശിച്ചൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ പള്ളിപ്പുറം സെമിനാരിയിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഈ കുര്യാക്കോസിനെ സെമിനാരിയിൽ വിടുന്നതിനെക്കുറിച്ച് തോമാച്ചൻ കുര്യാക്കോസിൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കുകയാണ്. സെമിനാരി ചേരാനായിട്ടുള്ള ഒരുക്കത്തിനായി ചേന്നങ്കിരിയിലെ വികാരിച്ചനടുത്ത് പോയി കുര്യാക്കോസ് കുർബാനയും മറ്റു കാര്യമൊക്കെ പയ്യെ പഠിച്ച് ഒരു ആദ്യ ഒരുക്കം നടത്തട്ടെ എന്നുള്ള കാര്യം മാതാപിതാക്കൾ സ്വീകരിച്ചു. അങ്ങനെ ഈ കൊച്ചു കുര്യാക്കോസിനെ വികാരിച്ചൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി സെമിനാരിയുടെ ബാലപാഠങ്ങൾ പഠിക്കാനായി നിയോഗിക്കുകയാണ്. അന്ന് തികച്ചും ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. 7-8 ശിഷ്യന്മാർ ഒന്നിച്ചു ചേർന്ന് ഒരു വൈദികൻ്റെ കീഴിൽ ആവശ്യമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി എന്ന് ഇദ്ദേഹത്തിന് ബോധ്യമാകുമ്പം ഒരു മെത്രാൻ്റെ കൈവപ്പിനായി അയക്കുക എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിലെ സെമിനാരി ജീവിതം. അങ്ങനെ സന്തോഷകരമായി സെമിനാരി ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന കുര്യാക്കോസിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വന്നു. ആ ഇടയിൽ കുട്ടനാട് മേഖലയിൽ പകർന്നു പിടിച്ച ഒരു പകർച്ചവ്യാധി അപ്പൻ്റെയും അമ്മയുടെയും തൻ്റെ ജ്യേഷ്ഠൻ്റെയും ജീവിതം കവർന്നെടുത്തു എന്ന സത്യം കുര്യാക്കോസ് അറിയുകയാണ്. അപ്പോൾ തന്നെ ഈ കുര്യാക്കോസിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഇനി സെമിനാരി പഠനം ഉപേക്ഷിക്കണം, തിരിച്ചു വന്ന് കുടുംബത്തിലെ കാര്യം നോക്കി ജീവിക്കണം. കാരണം തൻ്റെ ജ്യേഷ്ഠൻ്റെ മകളൊക്കെ ആരുമില്ലാത്ത സ്ഥിതിയിലായി.
അതുകൊണ്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ കുര്യാക്കോസ് മറുപടി പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് കൈനഗിരിക്ക് അടുത്ത് താമസിക്കുന്ന സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും വീട്ടിൽ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് വീണ്ടും സെമിനാരി ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് കുര്യാക്കോസ് എന്ന സെമിനാരിക്കാരൻ. അങ്ങനെ പിന്നീട് തൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കി 1829 അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് മൗരൂരു തബലേനി മെത്രാപ്പൊലീത്തയുടെ കൈവപ്പ് വഴി അദ്ദേഹം പുരോഹിതനായി മാറുകയാണ്. കുര്യാക്കോസ് അച്ഛനാകുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ സഭകളുണ്ട് എന്ന് പറഞ്ഞാൽ OCD പോലെ കപ്പുച്ചിൻസ് പോലെ സഭകളുണ്ട്. പക്ഷേ ഈ സഭകളൊന്നും തദ്ദേശീയമായിരുന്നില്ല. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൈദികർ ഇവിടെ വന്ന് മിഷണറിമാരായി വന്ന് ഇവിടുത്തെ ജനത്തിന് ശുശ്രൂഷ ചെയ്യുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇടവക വൈദികരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായി, നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറി വല്ല വനപ്രദേശത്തൊക്കെ പോയി ഒരു ആശ്രമം കെട്ടി ജീവിക്കാം. ഈ ആഗ്രഹവുമായി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ വൈദികർ മെത്രാപ്പൊലീത്തെ കാണാനായിട്ട് പോയി. മെത്രാപ്പൊലീത്ത പറഞ്ഞു, നിങ്ങളെപ്പോലെ പഠിപ്പും വിവരവുമുള്ള ആളുകൾ, ജനത്തെ നയിക്കാൻ ശേഷിയുള്ള ആളുകൾ വനത്തിലേക്ക് പോയി അത്തരത്തിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ആര് നോക്കും? അതുകൊണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജനത്തിനിടയിൽ തന്നെ ഒരു ആശ്രമം കെട്ടി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലൊക്കെ ചെലവഴിച്ച് നിങ്ങളുടെ ആത്മരക്ഷയും ജനത്തിൻ്റെ ആത്മരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുമല്ലോ. അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആ കാലഘട്ടത്തിൽ 200 രൂപ മെത്രാപ്പൊലീത്ത അതിനുവേണ്ടി അവർക്ക് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് കോട്ടയത്തിനടുത്ത് മാന്നാനം കുന്നിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പേരിൽ ഒരു ആശ്രമം സ്ഥാപിച്ച് 1831 ചാവറ കുര്യാക്കോസ് അച്ഛനോട് ചേർന്ന് 11 പേര് ആദ്യമായി വ്രതം ചെയ്ത് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് ശരിക്കും കേരളത്തിലെ ആദ്യ തദ്ദേശീയ സഭയുടെ രൂപീകരണമായിരുന്നു. ആ സഭയാണ് പിന്നീട് CMI സഭ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ നവോത്ഥാന നേതാക്കളെ എണ്ണുമ്പോൾ അതിൽ പ്രധാനരായി വരുന്നത് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരു ഒക്കെയാണ്. എന്നാൽ അതിനോട് ചേർത്ത് തന്നെ വെക്കേണ്ട ഒരു പേരാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റേത്. 1800കളിൽ ജാതി വ്യവസ്ഥയുടെ തിക്തഫലം താഴേക്കിടയിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സംസ്കൃതത്തെ ഒരു വേദഭാഷയായി കണ്ട് അത് സവർണൻ്റെ ഭാഷയാണെന്നും അത് അവർണൻ പഠിക്കരുത് എന്നും ശഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ 1846 മാന്നാനത്ത് ആദ്യത്തെ സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുകയാണ് വിശുദ്ധനായ ചാവറയച്ചൻ. ഒരുപാട് എതിർപ്പുകളുണ്ടായി. പക്ഷെ അച്ഛൻ എല്ലാവരെയും, സവർണരെയും അവർണരെയും ഒരുപോലെ ഈ സ്കൂളിലേക്ക് ക്ഷണിച്ചു വരുത്തി സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങി. അവർണനായിട്ടുള്ള ഒരു വ്യക്തി സംസ്കൃതം പഠിച്ചാൽ സംസ്കൃതം പഠിക്കുന്ന കേട്ടാൽ പോലും ആ അവർണന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് ശഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഇത്തരത്തിൽ ഒരു സ്കൂൾ തുടങ്ങുന്നത് എന്നത് ആ കാലഘട്ടത്തിലെ തന്നെ ഒരു വിപ്ലവാത്മകമായ ഒരു തീരുമാനമായിരുന്നു. വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു സമൂഹം മെച്ചപ്പെടുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരറിവ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന് ഉണ്ടായിരുന്നു. 1861 വരാപ്പുഴ അതിരൂപതയുടെ വികാരി ജനറലായി അദ്ദേഹം ഉയർത്തപ്പെട്ടപ്പം അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന ഇപ്രകാരമാണ്: തൻ്റെ രൂപതയിലെ പള്ളിയോടൊപ്പം ചേർന്ന് ഒരു പള്ളിക്കൂടം ഉണ്ടായിരിക്കണം. ആ പള്ളിക്കൂടത്തിലേക്ക് ആ നാട്ടിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെ ക്ഷണിക്കണം, അവരെ പഠിപ്പിക്കണം. ഇതിന് പണമില്ല എങ്കിൽ പള്ളിയുടെ പൊന്നും കുരിശോ വിലപിടിക്കുന്ന മറ്റെന്തെങ്കിലുമൊക്കെ വിറ്റിട്ടാണെങ്കിലും ഒരു പള്ളിക്കൂടം ആരംഭിക്കണം എന്ന് തൻ്റെ കൽപ്പനയായി വരാപ്പുഴ അതിരൂപതയിലെ തൻ്റെ അധീനതയിൽ വരുന്ന പള്ളികളോട് അദ്ദേഹം കൽപ്പിച്ചു. കേരളത്തിൽ ആദ്യമായി സ്കൂളുകളിൽ യൂണിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് മറ്റാരുമായിരുന്നില്ല, ചാവറ അച്ഛനായിരുന്നു. അതിൻ്റെ പിന്നിൽ അവർണനും സവർണനും ഒരുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ കാണപ്പെടുക എന്ന ചേതോവികാരം മാത്രമായിരുന്നു. തൻ്റെ സ്കൂളുകളിലൊക്കെ ഉച്ചക്കഞ്ഞി എന്ന് പറയുന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തു.
കേരള സമൂഹത്തെ ഇരുട്ടിലേക്ക് നയിച്ച ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒറ്റപാത്രത്തിൽ ഭക്ഷണമുണ്ടാക്കി ഒരേ കഞ്ഞി എല്ലാവർക്കുമായി കൊടുത്ത് മാനവ സമൂഹം മുഴുവൻ ഒന്നാണ് എന്ന ചിന്ത കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു. ആ കാലഘട്ടത്തിൽ കേരളത്തിലുള്ളത് രണ്ട് പ്രിന്റിംഗ് പ്രസ്സാണ്. ഒന്ന് കോട്ടയത്തെ CMS പ്രസ്, രണ്ട് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് നടത്തുന്ന മറ്റൊരു പ്രസ്. അപ്പോൾ ഈ അച്ചടി വിദ്യയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഈ CMS പ്രസ്സിലേക്ക് ചെന്നപ്പോൾ ചാവറയച്ചൻ അങ്ങോട്ട് കയറ്റിയില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം അവിടുന്ന് വള്ളത്തിൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് ചെന്ന് ഈ അച്ചടി വിദ്യയെക്കുറിച്ച് പഠിച്ച് തിരികെ വന്ന് ഒരാശാരിയെ കൊണ്ട് തടിയിൽ കോട്ടയത്ത് മാന്നാനത്ത് ഒരു പ്രിന്റിംഗ് പ്രസ് സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ആരംഭിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് കേരളത്തിലെ ആദ്യത്തെ പത്രമായ നസ്രാണി ദീപിക പുറത്തേക്ക് വരുന്നത്. കേരളത്തിൽ സ്ത്രീകളൊക്കെ അവഗണിക്കപ്പെടേണ്ടവരല്ല, അവരൊക്കെ സഭയുടെ നേതൃത്വത്തിലേക്ക്, സമൂഹത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വൈദികരെ പോലെ തന്നെ കടന്നു വരേണ്ടവരാണ് എന്ന ചിന്തയിൽ 1867 കൂനമ്മാവിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മഠം അദ്ദേഹം ആരംഭിച്ചു. അത് പിന്നീട് കർമ്മലീത്ത മഠം എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് ഇത് രണ്ടായി പിരിഞ്ഞ് CMC സഭയും CTC സഭയുമായി മാറുകയും ചെയ്യുകയാണ് ഉണ്ടായത്. കേരളത്തിൽ ഇന്ന് ചാവറയച്ചനിലൂടെ തുടർന്നു പോകുന്നൊരു കാര്യം 40 മണി ആരാധനകളാണ്. ഈ 40 മണി ആരാധനകൾ ഇന്ന് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ നടത്തപ്പെടുമ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാദ്യമായി നടക്കുന്നത് വിശുദ്ധ ചാവറയച്ചൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ വിശുദ്ധനായി കരുതിയിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുടി മുറിച്ചുകൊണ്ടിരുന്ന ഒരു ബാർബറിൽ നിന്നും മുട്ടത്ത് പാടത്ത് വർക്കിച്ചമ്മാച്ചൻ എന്ന് പറയുന്ന ഒരു വൈദിക വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ മുടി മേടിച്ച് സൂക്ഷിച്ചു. 1935 മുതൽ 37 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 3 പ്രാവശ്യം ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് രോഗസൗഖ്യം നൽകുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. പിന്നീട് ഈ മുടി അവിടുന്ന് കളക്ട് ചെയ്ത് മാന്നാനത്ത് എത്തിച്ചു. ഇന്ന് മാന്നാനത്ത് സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ അവസാന നാളുകളിൽ ഭയങ്കരമായിട്ടുള്ള സഹനത്തിലൂടെയാണ് ഈ വിശുദ്ധനായ മനുഷ്യൻ കടന്നുപോയത്. വാതപ്പനി പിടിപെട്ടും ശരീരം മുഴുവൻ പഴുത്തും ഒക്കെ മാരകമായ വേദനയിലൂടെ കടന്നുപോയ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തൻ്റെ സഹനങ്ങൾ മുഴുവൻ ആഗോള സഭയ്ക്കും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്കും താൻ സ്ഥാപിച്ച CMI സന്യാസ സമൂഹത്തിനൊക്കെ വേണ്ടി സമർപ്പിച്ച് 1871 തൻ്റെ 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 അദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. നമ്മൾ ഈ ഉയർപ്പ് കാലത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. തൻ്റെ ശുശ്രൂഷകളിലൂടെ ക്രിസ്ത്യാനികളെ മാത്രമല്ല കേരളത്തെ ഒന്നാകെ മാനവികതയിലേക്ക് ഉയർത്തിയ വിശുദ്ധനാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഇരുട്ടുകളിലേക്ക് സമൂഹം നീങ്ങുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ പോലെ ക്രിസ്തുവിൻ്റെ പ്രകാശമായി മാറാൻ നമുക്കും ഒരു വിളിയുണ്ട് എന്ന സത്യം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.